ഹായ് ഫ്രണ്ട്സ്, PNJ ഹോം കുക്കിംഗ് ആൻഡ് ആർട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും ചേനയും കൂടിയുള്ള എരിശ്ശേരിയാണ്. 1/2 കിലോ കപ്പയും 1/4 കിലോ ചേനയും കൂടിയുള്ള എരിശ്ശേരിയാണ്. അതിനുള്ളത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്. കുറച്ച് ഒരു മുറിയുള്ള തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു മുളക്, ആവശ്യത്തിന് കരിവേപ്പില, 1 ടീസ്പൂൺ ചുവന്ന മുളക്, കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒന്നുകൂടെ കളറായിരിക്കും. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് കപ്പ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി കളയണം. അതിനുശേഷം വേണം ചേന ഇടാനായിട്ട്. എരിശ്ശേരിക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. തേങ്ങ, ചുവന്നുള്ളി, ജീരകം. ഇത് നമ്മൾ കൂടുതൽ അരയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പെട്ടെന്നൊന്ന് കറക്കി എടുത്തേച്ച് അതുപോലെ മതി കേട്ടോ. കൂടുതൽ അരയ്ക്കാൻ പാടില്ല കേട്ടോ. ഞാൻ അരച്ചിട്ട് ഞാൻ പിന്നെ കാണിക്കാം. ഓക്കെ, ഇത്രേ അരയ്ക്കാവുള്ള. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട്. ഇത് കൂടുതൽ അരച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇതുപോലെ അരച്ചെടുക്കണം. പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാം. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കരിവേപ്പില, ഇത്ര ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഇതിലേക്ക് മാറ്റുവാണ്. ചീനച്ചട്ടിയിലേക്ക് മാറ്റുക കേട്ടോ. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അരപ്പ് ചേർത്തിട്ട് ഇളക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇളക്കാം. കഴിഞ്ഞിട്ട് അത് പതഞ്ഞ് വന്നിട്ടാൽ മതി. കൂടുതൽ തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും. തേങ്ങയുടെ ഭാഗം നമുക്കിങ്ങനെ കുറച്ച് ഇതാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് പിന്നെ നമുക്ക് കടുക് വറുത്തിടാം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ്. ആദ്യം കുറച്ച് ഉപ്പ് കപ്പയ്ക്കകത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഉപ്പ് തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്പൂണിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കുന്നതിന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ അത്യാവശ്യത്തിനുള്ള കടുക്, കടുക്, ഇപ്പം നമ്മുടെ എരിശ്ശേരി റെഡിയായിട്ടിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.